നവകേരള യാത്രയ്ക്കിടയിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24-ൻ്റെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ എതിരായ കേസിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോഴും പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശനം ശക്തമാകുന്നു. അനാവശ്യമായി കേസെടുക്കാനുള്ള പ്രവണത മുളയിലേ നുള്ളണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. 24 വളരെ പെട്ടെന്ന് കേരളീയ ജനജീവിതത്തിൽ വാർത്താരംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ചാനലാണ്. ശ്രീകണ്ഠനാർ ഉൾപ്പെടെയുള്ള അതിൻ്റെ സീനിയറായ ഒട്ടേറെ മാധ്യമപ്രവർത്തകർ എനിക്കറിയാം. അവരൊന്നും നിയമവിരുദ്ധമായി നിലവിലുള്ള വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് വഴിവിട്ടു പോകുന്നവരല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. മാധ്യമങ്ങൾക്കെതിരെ അനാവശ്യമായി കേസെടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതിനെ മുളയിൽ നുള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും 24-നെ പോലെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന, നിർഭയമായി പ്രവർത്തിക്കുന്ന, ജനമനസ്സുകളിലേക്ക് എത്രയും പെട്ടെന്ന് വാർത്തകളായി കടന്നു ചെല്ലുന്ന ഒരു ചാനലിനോടുള്ള സമീപനത്തിൽ അത്തരത്തിലുള്ള അന്തരീക്ഷം, ഭയാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ശ്രീ PS ശ്രീധരൻപിള്ള. അദ്ദേഹം നമ്മോട് കാണിക്കുന്ന ഒരു വിശ്വാസം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ വിശ്വാസം കളഞ്ഞു കുളിക്കാതിരിക്കാൻ 24-ഉം ടീമും ഞാനും തീർച്ചയായിട്ടും പാടുപെടും എന്നെനിക്കറിയാം. ഒരിക്കലും അദ്ദേഹം അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടുത്താൻ ഞങ്ങളൊന്നും ചെയ്യില്ല. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, മെറി ക്രിസ്മസ് അഗെയിൻ. ശ്രീകാന്ത്, ശരിക്കും ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ വിനീതയുടെ കാര്യത്തിൽ എന്തെല്ലാം ഒരുപാട് നിയമവിശാരദന്മാർ തന്നെ ഇന്നലെ എന്നോട് സംസാരിച്ചു. കാര്യം ഒരു മിനിമം ഭാഷയെ പറഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ കഴിയുന്നതല്ല നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ചെയ്തത്. എല്ലാ പോലീസുകാരും ഇതിന് അനുകൂലമല്ല. ഒരു പോലീസ് സേനയിൽ തന്നെ വലിയൊരു വിഭാഗം നമ്മോട് വ്യക്തിപരമായി പറയുന്നുണ്ട് ഇത് അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. നമ്മളത് വിശ്വസിക്കുന്നു. എന്നാൽ ചില ആളുകൾ ഇപ്പോഴും പോലീസ് സേനയിലുണ്ട്. അവർ തന്നെയാണ് പാലിൽ വിഷം കലക്കുന്നത് പോലെ പോലീസ് സേനയുടെ മാനം കളയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ ശ്രീകാന്ത്, ഗവർണർ എന്തൊക്കെയാണ് പറഞ്ഞത്? SKN ഒരു വശത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF കൺവീനറും CPIM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പോലീസിന്റെ നടപടികളെ ന്യായീകരിക്കുമ്പോഴും വലിയ പിന്തുണ ഈ വിഷയത്തിൽ 24-നും വിനീത വിജിക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. ഗോവ ഗവർണറാണ് ഏറ്റവും ഒടുവിൽ പിന്തുണയുമായി രംഗത്തെത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 24-ന്റെ വിശ്വാസ്യത അത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാമെന്നും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചെക്കേറിയ ചാനലാണ് 24 എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരം ഒരു ചാനലിനെതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവും മുളയിലേ നുള്ളേണ്ടതാണ് എന്നാണ് ഗോവ ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിരുപാധിക പിന്തുണ അദ്ദേഹം ഈ വിഷയത്തിൽ 24 ന്യൂസിന് നൽകുന്നു. കാരണം അദ്ദേഹത്തിന് അത്രയധികം വിശ്വാസം ഉണ്ട് 24 മുന്നോട്ട് വയ്ക്കുന്ന വാർത്തകളോട്, അല്ലെങ്കിൽ 24-ന്റെ നിലപാടുകളിൽ അത്രയധികം വിശ്വാസമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി ഇപ്പോൾ വ്യക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗോവ ഗവർണർ മാത്രമല്ല, ഇന്നലെ KC വേണുഗോപാൽ, K മുരളീധരൻ, VM സുധീരൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. അതിനുമപ്പുറം ചില CPI മന്ത്രിമാർ പോലും ഈ വിഷയത്തിൽ നമുക്കനുകൂലമായ 24-ന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു എടുത്തുചാട്ടം പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായി. നിയമവിരുദ്ധമായ ചില പ്രവർത്തികൾ കൂടി കേസെടുത്തതിന് ശേഷവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട്. നിയമവൃത്തങ്ങളിൽ നിന്നാണ് അത്തരത്തിൽ ഈ CDR പുറത്തുവിട്ടതുമായ വിഷയത്തിലടക്കം പറയുന്നത്. കോടതിയിലേക്ക് വരുന്നതിന് മുൻപ് ഈ CDR വിശദാംശങ്ങൾ സൈബറിടങ്ങളിലേക്ക് ചോർത്തി നൽകിയത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ മറുപടി പറയേണ്ടി വരും. അത് കുറുപ്പംപടി SHO ആണ്. ഈ CDR ഡീറ്റെയിൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പുറത്തേക്ക് കിട്ടി, കോടതിയിൽ വരും മുമ്പ് എങ്ങനെ പുറത്തേക്ക് കിട്ടി എന്ന് അദ്ദേഹത്തിന് സ്വാഭാവികമായും മറുപടി പറഞ്ഞേ തീരൂ. അതിനുമപ്പുറം വലിയൊരു ഗൂഢാലോചന പറഞ്ഞത് കോൺഫറൻസ് കോളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അത്തരം വാദങ്ങളിൽ നിന്നും ഡിജിറ്റൽ എവിഡൻസ്, കോൺഫറൻസ് കോളുകൾ എന്നതിൽ നിന്നൊക്കെ അവർ പിന്നോക്കം പോവുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്തൊരു സെറ്റിൽമെന്റിനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കം അവർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം തങ്ങൾ പെട്ടു എന്നൊരു തോന്നൽ ഇതിനോടകം തന്നെ പോലീസിനും ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഇതേ വകുപ്പിൽ ഈ കേസിൽ
നേരെ കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്നപ്പോൾ അവിടെ നിന്നും കനത്ത വിമർശനം ഏറ്റുവാങ്ങിയ പശ്ചാത്തലം കൂടി പോലീസിന് ഉണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. KUWG അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ സമൂഹത്തിന്റെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും സാധാരണക്കാരുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണ ഈ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 24-ന് ലഭിക്കുന്നുണ്ട്. ഗവർണറുടെ വാക്കുകൾ, PS ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ അതിൽ ഒന്നാണ്. ശ്രീകാന്ത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.